എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും അതുപോലെ നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ വിടതാ, ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നു കേട്ടോ, അതൊന്ന് കണ്ടോളൂ നിങ്ങൾ. ഇവിടെയൊക്കെ എങ്ങനെയാട്ടോ, ഓണത്തിൻ്റെ ആ സമയത്ത് ഓണത്തപ്പം വന്ന് വീടുകളിലെല്ലാം നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകും. അപ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കും. അപ്പോൾ അവർ കുറച്ച് അരി എടുത്ത് കുടഞ്ഞ് നമ്മൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന അർത്ഥം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പുളിയിഞ്ചി നിങ്ങൾ കേട്ടിട്ടുണ്ട്, സദ്യക്കെല്ലാം ഉണ്ടാവുമല്ലോ, അത് 100 കറിക്ക് തുല്യമാണ് ഒരു പുളിയിഞ്ചി കേട്ടോ. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ അത് കാണുക. എങ്ങനെയാണ് നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറും, അതായത് സദ്യക്കൊക്കെ ഒരു ഇലയിൽ കോരിയിട്ട് അത് അവിടെ കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിയൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ ഒന്ന് കണ്ടു നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഇതാ 150 ഗ്രാം ഇഞ്ചിയാണ് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം കേട്ടോ. അതിൻ്റെ തോലെല്ലാം പോക്കാൻ എളുപ്പമായിക്കുന്ന. പിന്നെ അതാ വലിയൊരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 750 ml തിളച്ച വെള്ളം ഒഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം കുതിർന്ന് വരണം, അതും അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിൻ്റെ തോലെല്ലാം ഒന്ന് പോക്കിയെടുക്കണം കേട്ടോ. അപ്പം വെള്ളത്തിലിട്ടുകൊണ്ട് വേഗം കഴിയട്ടെ നമുക്കിതുപോലെ പോക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ ചെറിയുള്ളി ഒരു 10-12 ചെറിയുള്ളിയും, പിന്നെ ഇത് 150 ഗ്രാം ഇഞ്ചിയും 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, പിന്നെ 3 വെള്ളുള്ളി കേട്ടോ. വെള്ളുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ അതും കൂടി ഉണ്ടായാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയെല്ലാം ഒന്ന് നീളത്തിന് അരിഞ്ഞെടുക്കുക ആദ്യം. എന്താ പറയുക, നമുക്കിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ആദ്യം ഒന്ന് നീളത്തിന് ഇതുപോലെ അരിയുക, പിന്നെ അത് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ചെറുങ്ങനെയാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി മുഴുവൻ അതുപോലെ അരിയണം. പിന്നെ നമ്മൾ ചുവന്നുള്ളി വട്ടത്തിന് അരിഞ്ഞേക്കണം, പിന്നെ വെളുത്തുള്ളി വട്ടത്തിന് അരിയണം, പച്ചമുളകും വട്ടത്തിന് അരിയണം. അപ്പോൾ ഇഞ്ചി മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് ഇതാ ഞാനൊരു 100 ml വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്തിനറിയാം, നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മാറ്റി വെക്കാനാട്ടോ. എന്തിനറിയാം, നീര് നമുക്ക് വേണേ, നീര് കളയരുത്. ഇഞ്ചീൻ്റെ നീരിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഊറലുണ്ട്, അത് പോവാനാണ് നമ്മൾ പിഴിഞ്ഞ് ആ വെള്ളം മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞ് ഊറും. അപ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ ഊറിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇത് മാറ്റി വെക്കുകയാണേ. ഇത് നമ്മൾ കളയൂലേ, ഇത് എടുക്കണം എന്തായാലും. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, അതെടുത്ത് അതിലിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുക പറഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആവണം, നല്ലോണം ഉണ്ട് മൂത്ത് വരണം കേട്ടോ. എന്തിനറിയാം, നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം പിന്നെ അതാ ഇതിലേക്ക് ഞാൻ 150 ഗ്രാം ശർക്കരയാണ്, 3 അച്ച് ശർക്കര ഉണ്ട്. അത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കണം, അരിച്ച് മാറ്റി വെക്കണേ. അപ്പോൾ ഒരു അടുപ്പത്ത് ഞാനിതാ ഇഞ്ചി വറുക്കുന്നു, ഒരു അടുപ്പത്ത് ഇത്, അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഉള്ളി അരിയുന്നുണ്ട്. അങ്ങനെ പറ്റുന്ന പണികളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് വേഗം ചെയ്യുക, സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെച്ച് ഇതെല്ലാം ചെയ്യുക. ഇത് കൈവെക്കാണ്ട് ഇളക്കൊന്നും വേണ്ട, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിയരുത്. നമ്മളെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ശർക്കര ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉരുക്കാൻ വെച്ച ശർക്കര അപ്പോൾ അതായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ ശർക്കര അരിച്ച് മാറ്റി അവിടെ വെക്കുക. എല്ലാം ഓരോരോ പണി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇഞ്ചി ഏകദേശം റെഡി ആയിട്ട് ഇനി സ്റ്റൗ ആണ്ട് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഇഞ്ചി മുഴുവൻ നമ്മൾ കോരിങ്ങെടുക്കണം. എന്നിട്ടിത് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ലോണം പൊടിച്ചെടുക്കണം. അങ്ങനെയാണ് സദ്യക്കൊക്കെ അവർ ചെയ്യുന്നത് വെപ്പുകാർ. അപ്പോൾ ഇതാ നമ്മൾ പുളി ഇതാ നല്ല പോലെ കണ്ടാൽ സോക്കായിട്ടുണ്ട്, പൊതർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതാണ്, എന്താ പറയുക, പിഴിഞ്ഞെടുക്കാനുള്ള സൗകര്യത്തിനാണ്. അപ്പോൾ ഇതാ നല്ലോണം പിഴിഞ്ഞ് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ പുളീൻ്റെ വെള്ളം മാത്രം പോരാ നമുക്ക്, അതിൻ്റെ പൾപ്പ് കൂടി വേണം. ഇതൊരു ടിപ്പാട്ടോ, അതിൻ്റെ പൾപ്പുണ്ടായാലേ ഈ പുളിയിഞ്ചിക്ക് കറിക്കൊരു കട്ടി ഉണ്ടാവും. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ഇഞ്ചി ഇതാ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ആട്ടിയെടുക്കാം അത് കേട്ടോ. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണേ. ബാക്കി എല്ലാ സാധനവും ഇതാ സ്റ്റൗവിൻ്റെ ചുറ്റും ഞാൻ റെഡിയാക്കി വെച്ചാട്ടോ. അപ്പുറം ഇപ്പുറമൊന്നും തട്ടി മറിച്ചിടരുത്, വളരെ ശ്രദ്ധിച്ച് വേണം
ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇടാൻ നോക്കിയാൽ ഓരോന്ന് ഇങ്ങനെ 1 by 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്താൽ റെഡി. 1 ടീസ്പൂൺ കടുകിട്ട് എണ്ണ ചൂടായപ്പോൾ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണയാണ്, അതിലേക്കാണ് കുറച്ചുകൂടി ഒഴിച്ചെടുത്തത്. 1 ടീസ്പൂൺ ഉലുവയും. അപ്പോൾ ഇത് 2 മൂത്ത് വന്നപ്പം അരിഞ്ഞു വെച്ച വെള്ളുള്ളി അതങ്ങ് ഇട്ട് കൊടുത്ത് നമ്മൾ 3 അരിഞ്ഞ് വെച്ചത്. പിന്നെ അതൊന്ന് ചെറുങ്ങനതായി വന്നപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് വട്ടത്തിന് അരിഞ്ഞ്. ഇനി ഇത് 2ഉം കൂടി കുറച്ച് മൂക്കട്ടെ കേട്ടോ. 2ഉം കൂടി കുറച്ച് മൂത്ത് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് വട്ടത്തിന് ചെറുങ്ങനെ അരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു 5-6 ചുവന്ന മുളകും ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടി അതിന് റെഡി ആയിട്ട്. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്പിളാക്കി കേട്ടോ. എന്താ പറയുക, പൊടികൾ ഇടുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇത്രയും പൊടികളാണ് അതിൽ ഇപ്പോൾ ഇടുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ പൊടീൻ്റെ പച്ചക്കുത്തൊന്ന് പോകട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളിത് അതിലേക്ക് നമ്മുടെ പുളിവെള്ളം, ഇതാണ് ഇതിലെ രാജാവ്. ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി വേണമെങ്കിലൊന്ന് സ്റ്റവ് കൂട്ടി വെക്കാം. പിന്നെ നമ്മൾ ഇഞ്ചിനീര് എടുത്ത് മാറ്റി വെച്ചില്ലേ, ആ ഇഞ്ചിനീര് ഇതിൻ്റെ അടിയിൽ കണ്ടാൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൻ്റെ ഊറൽ അതുണ്ടായ ഇതിന് ചെറിയൊരു കയ്പുണ്ടാവും. അത് നമുക്ക് വേണ്ട കേട്ടോ. ഇഞ്ചിനീര് പക്ഷേ നല്ല ഗുണമുള്ള കേട്ടോ ശരീരത്തിന്. ഇത് നമ്മൾ പൊടിച്ചെടുത്ത് നമ്മളെ വറുത്ത ഇഞ്ചിയാണ്, നല്ലോണം ഫൈനായിട്ട് പൊടിഞ്ഞെന്ന് കേട്ടോ. പിന്നെ അതിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് വെക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുന്നത് അതിലേക്ക് ഉരുക്കി അരിച്ച് മാറ്റി വെച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ പുളിയും എരിവും ഉപ്പും എല്ലാം ആയല്ലോ, മധുരവും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതല്ലേ ഉപ്പ് കുറവ് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എരിവ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക കേട്ടോ. ഇത്ര വേണ്ടെങ്കിൽ ഇനി മധുരം കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യുക. അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഉലുവപ്പൊടി ഇടുന്നില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉലുവേൻ്റെ പൊടിയും കൂടി ഇട്ടാൽ എല്ലാം കൂടി ഭയങ്കര ഇതായിപ്പം. അല്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ഉലുവ ആദ്യം ഇടുക, അപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവേൻ്റെ പൊടി ഇടുക. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം റെഡി ആയിട്ട് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് നോക്കുക എങ്ങനെയാണ്. നമുക്ക് സദ്യയിലൊക്കെ വിളമ്പി തരൂലേ, ഇലയിൽ ഇട്ടോടെ കിടക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഇതൊന്ന് തണിയട്ടെ കേട്ടോ. ഒന്ന് ചെറുങ്ങനെ മൂടിക്കൊടുക്കുക കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയായത്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 100 കറിക്ക് തുല്യമായത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ. അപ്പോൾ കണ്ടോ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.